ഗരിത്തണ്ടന്റെ കഥ നിങ്ങൾക്കറിയാമോ? ഒരു സാധാരണ ആദിവാസി മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിന്റെ കഥ അതിസാധാരണമാണ്. കഥ തുടങ്ങുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് വയനാട്ടിലേക്ക് എത്താൻ എളുപ്പമായിരുന്നില്ല, കാടുകളും മലകളും നിറഞ്ഞ വഴികൾ. ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്താൻ ഒരു വഴി വേണമായിരുന്നു. അപ്പോഴാണ് കാരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവ് രംഗത്തേക്ക് വരുന്നത്. കാടുകളെയും മലകളെയും കൈവെള്ളയിലെ രേഖ പോലെ അറിയാവുന്ന ഒരാൾ. അദ്ദേഹം വയനാടിന്റെ ഓരോ വഴികളും മനഃപാഠമാക്കിയിരുന്നു. അവർ കാരിന്തണ്ടനെ സമീപിച്ചു. കാരിന്തണ്ടൻ അവർക്ക് വഴി കാണിച്ചുകൊടുത്തു. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന താമരശ്ശേരി ചുരം വെട്ടിത്തുറന്നു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് കാരിന്തണ്ടന്റെ കഴിവുകൾ സ്വന്തമാക്കണം എന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ ചതിച്ചു. അവർക്ക് അവന്റെ കഴിവുകളിൽ അസൂയ തോന്നി. അവർ അവനെ കൊലപ്പെടുത്തി. പിന്നീട് വയനാട് ചുരത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാരിന്തണ്ടന്റെ ആത്മാവ് അവിടെയുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ചിലർക്ക് അദ്ദേഹത്തിന്റെ രൂപം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ചിലർക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പറയുന്നു. ഒടുവിൽ ഒരു മന്ത്രവാദി കരിന്തണ്ടന്റെ ആത്മാവിനെ ആ മരത്തിൽ ബന്ധിച്ചു. ആ ചങ്ങലകൾ കരിന്തണ്ടന്റെ ആത്മാവിനെ തളച്ചിടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു.